ഇത് വൈറ്റ് അല്ലേ, റെഡ് വരുന്നതാണ്. ഇത് കണ്ടോ, റെഡ് വരുന്നതാണ് കണ്ടോ. ഇത് തെറച്ച റെഡ് ഇതേ വരുന്നുള്ളൂ. എങ്കിലും ഇതൊരു 3 മാസം ആകുമ്പോ ഇത് മൊത്തം ഇതാകും കേട്ടോ. കാപ്പിപ്പൊടി പുള്ളി, കാപ്പിപ്പൊടി പുള്ളി, കാപ്പിപ്പൊടി പുള്ളി. ഇത് മഞ്ഞപ്പുള്ളി. ഭംഗി തന്നെയല്ല, മുട്ടയും മഞ്ഞമായിട്ട് മുട്ട ഇടും. കാപ്പിപ്പൊടി പുള്ളിയുണ്ട്, മഞ്ഞപ്പുള്ളിയുണ്ട്. അത് കൂട്ടിന്ന് പിടിച്ചിറക്കിയതാണ്. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ലൈവായിട്ട് കോഴി അത് മുട്ടക്കൂട്ടിക്ക് ഇരുന്ന കോഴിയാണ്. നമസ്കാരം, രാഹുലാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഉളവക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടെ എത്താനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലരും എന്നെ എപ്പോഴും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, നല്ല നാടൻ കോഴികളെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ടോ, അറിയാവോ എന്നൊക്കെ. അപ്പം ഞാൻ അങ്ങനെ കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ കുറേ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഉളവക്കാടുള്ള തോമസ് ചാൻ്റെ ഒരു ഫാമിലാണ്. ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ, അതായത് പുള്ളിക്കോഴി, കാപ്പിരിക്കോഴി, ഒന്നും വേണ്ട, ഒരു 7-8 തനി നാടൻ ബ്രീഡുകളെ മാത്രം പരിപാലിക്കുന്ന ഒരു ഫാമാണ് ഈ തോമസ് ചാൻ്റെ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന വീടും അതിന് താഴെ തന്നെയാണ് ഫാമും. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തുന്നതായിരിക്കും. അപ്പോൾ നാടൻ കോഴികളെയൊക്കെ ആവശ്യമുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന് മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. ഇത് 40 ദിവസമായ കുറെ കുഞ്ഞുങ്ങളാണ്. ആ മുള്ള കുഞ്ഞുങ്ങളെ കുറെ എണ്ണത്തിന് ഇതിനകത്ത് മാറ്റി ഇട്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് ഒരു 15 കുഞ്ഞുങ്ങളെ ഒരാൾക്ക് ചോദിച്ചിട്ടുണ്ട്. പ്യുവർ വൈറ്റിന് പുള്ളി ഒന്നും കെയർ ചെയ്തത്. അതെ അതെ. പിന്നെ എന്നാലും തലയിൽ 2-3 റെഡ് പുള്ളിയൊക്കെ ഉണ്ട്. അത് അതുപോലെ തന്നെ വേണ്ട, ഇത് വേറൊരു സൈസ് പുള്ളിയാണ്. ഇതാ ഈ പുള്ളി ഉണ്ടോ, ഇതൊരു ഇതൊരു വെറൈറ്റി പുള്ളിയാ കേട്ടോ. ഇത് മുട്ട ഇട്ട് തുടങ്ങിയില്ല, മുട്ട ഇടാനെല്ലാം ഈ 18 വരുന്നതേ ഉള്ളൂ. 4-5 മാസം പ്രായമായി കാണുമായിരിക്കും. 4-5 മാസം പ്രായമായത്. ഇത് താഴെ ഇരുത്താറില്ല. ഇത് വൈകുന്നേരം ആകുമ്പോ ഇത് വൈകിട്ട് ഇത് കയറുമ്പോഴേ ഈ തട്ടയിലാണ് ഇത് കയറിയിരിക്കുന്നത്. കാണുന്ന മരക്കമ്പ് വെച്ചേക്കാണ്. ഈ മരക്കമ്പയില ഇതെല്ലാം കയറിയിരിക്കുന്നത്. മരക്കമ്പയില റാക്കിനകത്ത് മുട്ട, ഇതാ കോഴി മുട്ട ഇടുന്നതാണ്. ഇതിനകത്ത് കയറി ഇരുന്ന് മുട്ട ഇടും. ഉണ്ട്. വൈകുന്നേരം ഈ മുട്ട പിറക്കി നമ്മൾ 1-2 കോഴിയുടെ കീഴിൽ അടവയ്ക്കും. 18 മുട്ട ഒരു കോഴിയുടെ കീഴിൽ വെക്കും. ഉണ്ട്, ഇതിനകത്തുണ്ട്. അപ്പുറത്തെ കൂട്ടിലുണ്ട്. ഇതിനകത്ത് 2 ഇതിനകത്തിലും കയറിയിരുന്ന് കോഴിമുട്ട ഇട്ടോളൂ. അപ്പൊ ഇതിന് മറ്റുള്ള ശല്യമൊന്നുമില്ല, കാക്ക കയറത്തില്ല. കവറിങ് ആയതുകൊണ്ട് ഒരു സാധനവും കൊണ്ടുപോകത്തില്ല. ഇല്ല. അപ്പൊ ഓക്കെ, വാ. മുട്ട അട വെക്കുന്നത് ഇതിനകത്തില്ല, ഈ റൂമിനകത്ത്. മറ്റുള്ള കോഴികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവരുത്, ആള് കയറരുത്. അതിനെ കഥവൊക്കെ ഇട്ട് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി കേറിക്കോ, ധൈര്യമായിട്ട് കേറിക്കോ. ഒരു സെക്ഷൻ നമുക്കുണ്ട്. അതായത് ഈ സൈഡിൽ നിന്ന് തുടങ്ങുവാണല്ലേ. ആ സൈഡിൽ പുള്ളിക്കോഴിയുണ്ട്. പുള്ളിക്കോഴിയുടെ തന്നെ പല വെറൈറ്റിയാണ് നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അടയാവുന്നതിന് നമ്മൾ കയറ്റി ഇവിടെ ഉണ്ട്. നമുക്ക് റൂമിലെ വെട്ടക്കുറവുണ്ട്, നമുക്ക് ക്ലിയർ ആവാത്തത്. അത് അട വെച്ചേക്കുന്ന ആ കോഴി താഴെയോട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഇടയ്ക്കൊന്ന് താഴെ ഇറങ്ങി നിൽക്കും. ഉള്ളു അടയിരിക്കുകയാണ്. നമുക്ക് കറങ്ങി വരുന്നത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എത്ര ദിവസമായതായിരിക്കും? അത്
നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ വശത്തുനിന്ന് ആ വിരിഞ്ഞ് ഇങ്ങനെ വരുന്നത്. എന്താ ഇറങ്ങിപ്പോയത് ചിലപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകും. ഇന്ന് വൈകിട്ടാണെങ്കിൽ കണ്ട് അത്രയും മുട്ട ഇരിപ്പുണ്ട്. അതിൽ നിന്ന് 2 കോഴിക്കുള്ള മുട്ട ഇരിപ്പുണ്ട് അവിടെ. ആ മുട്ട എടുത്ത് അതെടുത്തുകൂടെ അവിടെ വെക്കും, സ്റ്റോർ ചെയ്യും. അങ്ങനെ മുട്ടൊക്കെ എടുത്ത് മുട്ടയുടെ അത് നമ്മൾ അതുപോലെ ജാഗ്രത ഇതായിട്ട് നോക്കണം. ഇടയ്ക്ക് വന്ന് നോക്കണം കോഴി വല്ലതും ഇറങ്ങി പോയിട്ടുണ്ടോ, നമ്മൾ കൊത്തി മാറി പോയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് തന്നെ അല്ല, ഈ ഒരു കോഴി അട വെച്ച് 150 രൂപ മേടിക്കുന്ന ചിലർ പരിഹാസമായിട്ട് പറയും. ഇതൊരെണ്ണം ഇനി 2 മാസം കഴിയണം മുട്ട ഇടണമെന്നുണ്ട്. ഇതിപ്പോ അട ഇറങ്ങി ഒരു 15 ദിവസം പിന്നെ അത് തീറ്റ വേടിയൊക്കെ നടക്കും. 21 ദിവസത്തേക്ക് നടക്കും. 3, 4, 5, 6 ദിവസം കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കും. അപ്പൊ 2 കോഴിയുടെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചിടുമ്പോൾ ഒരു കോഴിയെ ഫ്രീ ആവും. അത് 40 ദിവസം 35 ദിവസം കഴിയാതെ പിന്നെ മുട്ട ഇടത്തില്ല. അപ്പൊ നമ്മള് ചോദിക്കും, ഇത് മുട്ടയല്ലേ അല്ലെ, കോഴി ഇങ്ങോട്ട് വിരിഞ്ഞല്ലേ? ഇതൊക്കെ ഉണ്ടാവും. പല വീഡിയോകളിലും കമന്റ് പറയുന്നവർക്ക് ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് ശേഷം കമന്റ് പറയുന്നവർ പറഞ്ഞോട്ടെ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കത് നമ്മള് ഇതായിട്ട് കാണുന്നുള്ളൂ, മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർന്നു അല്ലേ? അതായത് നാടൻ കോഴികൾക്ക് വേണ്ടിയിട്ട് മാത്രം. ഇത് ഞാൻ ചന്ദനപ്പള്ളിക്കാരുടെ ആൾക്ക് ഇപ്പൊ ഇത് 14 എണ്ണത്തിന്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചന്ദനപ്പള്ളി അടുത്ത ജില്ല പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറേറ്റം അവിടെ അടുത്ത് തന്നെ. അതെ, നമ്മള് തനി നാടൻ കോഴികൾ എത്ര കോഴിക്കുഞ്ഞുങ്ങൾ 14 എണ്ണം. 14 എണ്ണത്തിന് നമ്മൾ കൊടുത്തേക്കാണ്. അത് കൊണ്ടുപോകാൻ പോകുന്ന ചേട്ടനാണ് ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഫാമിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? യൂട്യൂബ് ത്രൂ വീഡിയോ കണ്ട് അറിഞ്ഞതാണ്. ഇവിടെ വന്ന് കണ്ടിട്ട് എങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല 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 ആരോഗ്യമായിട്ടിരിക്കുന്നത്. നമ്മൾ എത്ര ദിവസമായ കുഞ്ഞിനെ നമ്മൾ എടുത്തിരിക്കുന്നത്? ഇതിപ്പം 10 ദിവസം പ്രായമാണ്. 10 ദിവസം പ്രായമായിട്ടോ അല്ലേ? അതായത് നമ്മുടെ എനിക്കൊന്ന് പുള്ളിക്കോഴി എല്ലാം ഉണ്ടെന്നോ? മിക്സ് ചെയ്തെടുത്തേക്കും. എങ്ങനെ കോഴികളൊക്കെ നേരത്തെ വളർത്തി പരിചയമുണ്ടോ? അല്ല, വീട്ടിലുള്ളതിന്റെ കൂടെ ഇപ്പം വളർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? നാടൻ ബ്രീഡിനെ തിരക്കി ഇറങ്ങി ഇവിടെ വന്നപ്പം കിട്ടി. ഓക്കെ. ഇട വെക്കുന്നത് ഇന്ന് ഞാൻ കണ്ണൂർക്കും പിന്നെ മലപ്പുറത്തിനും കോഴി കുഞ്ഞുങ്ങളെ അയച്ചു. അതായത് ഇത്ര കുറവായത് രാവിലെ അയച്ചു. ഡെമാറ എന്ന് പറയുന്ന വണ്ടിക്കും സഹജീവിക്കും പിന്നെ മല്ലനും മാധവനും ഈ 3 വണ്ടിക്കാണ് ഞാൻ കയറ്റി അയക്കുന്നത്. ഇവർക്കെല്ലാം എന്നെ അറിയാം. പിന്നെ അതല്ല 4 എണ്ണം ചത്തുപോയോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവരുടെ ചെലവ് ഞാൻ സാധനം അയച്ചു കൊടുക്കും. അത് കുറച്ച് കൊണ്ടുപോയി എന്റെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളാണ്. അത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞതാ. കുഞ്ഞുങ്ങള് അപ്പൊ അത് 5 ദിവസമായി. 5 ദിവസമായി. ഇതാവുമ്പോഴ് ഒരാഴ്ചയായിട്ടുള്ള തവളയും കുഞ്ഞുങ്ങളും. ഇതിപ്പോഴത്തെ ഇതേ ഉള്ളു, പിന്നത്തെ തൂക്കുന്ന വളരും. ഇതിപ്പം പുള്ളിക്കോഴിയല്ല? പുള്ളിക്കോഴി എന്ന് വെച്ചാൽ റെഡ് വൈറ്റ് പുള്ളിക്കോഴിയാണ്. ഒരാഴ്ച. അതിന് ബാക്കിയുള്ളതെല്ലാം ഇന്ന് ഞാൻ കൊടുത്തു വിട്ടതാ കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ വണ്ടിക്ക് കൊടുത്തു വിട്ടത്. കണ്ണൂരോട്ട് പോയി. ഇതാണ് നമ്മുടെ വിരിയിച്ചിറക്കിയ കുഞ്ഞുങ്ങളുടെ. ഇത് വൈറ്റ് അല്ലേ, റെഡ് വരുന്നതാണ്. ഇത് കണ്ടോ, റെഡ് വരുന്നതാണ് കണ്ടോ. ഇത് തെറച്ച റെഡ് ഇതേ വരുന്നുള്ളൂ. എങ്കിലും ഇതൊരു 3 മാസം ആകുമ്പോ ഇത് മൊത്തം ഇതാകും കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ വീഡിയോ ആണ് പ്രേക്ഷകർക്ക് നമ്മൾ പറയാണ്, നമ്മള് കേരളത്തിൽ എവിടെ ആണെങ്കിലും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കും. അതായത് നമ്മൾ ചുമ്മാ പറയല്ല. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മള് ഒരു കോഴി അല്ലെങ്കിൽ ഒരു കോഴി കുഞ്ഞെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമ്മളൊരു കോഴി മുട്ടയിട്ട് തുടങ്ങി അതിനെ വിരിയിച്ചിറക്കുന്ന ആ ഒരു സമയം തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് അതിന്റെ പാടില്ലേ? ആണോ. ഇത് ഈ കുഞ്ഞിനെ വളർത്തി ഇതിനെ വലുതാക്കി ഇതിനെ മുട്ടയിടിച്ച് അട വെച്ച് വിച്ച് വെക്കുന്നതാണ്. നമ്മൾ വേറെ നമ്മുടെ ഫാമിലോട്ട് കോഴികളെ തന്നെ സ്വന്തമായിട്ട് വിരിയിച്ചിറക്കി ഞാൻ പേരന്റ് സ്റ്റോക്ക് എടുക്കുക. അപ്പം ഞാൻ അച്ഛന്റെ ഫോൺ നമ്പർ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ കൊടുക്കാം. എന്തായാലും ഞാൻ ചെയ്യണമെന്നില്ല, ഓൾറെഡി വീഡിയോസും കാര്യങ്ങളെല്ലാം ചാനലൊരു 3-4-5 പേര് വന്ന് എടുത്തിട്ടുണ്ട്.
കേരളം മൊത്തം അച്ഛനെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും നമ്മളെ വീഡിയോക്ക് അച്ഛനെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യട്ടെ. എവിടെ ആണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും അല്ലേ? എവിടെയായാലും എത്തിച്ചു കൊടുക്കും. ഓക്കെ അച്ഛാ, ശരി, താങ്ക് യു.